എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ട് ആ എഞ്ചിനീയറിംഗിന്റെ എൻ്റെ ഡിഗ്രി വിട്ട് മറ്റൊരു ബിസിനസ്സിലേക്ക് ജമ്പ് ചെയ്തൊരു പേഴ്സൺ ഉണ്ട്. ആൻഡ് ഹീ ഈസ് എ വെരി സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ദാറ്റ് മിസ്റ്റർ അഷർ അലി. സോ ബിടെക്കും എംടെക്കും കഴിഞ്ഞ് അതിനുശേഷം ഒരു അവിൽ മിൽക്കിന്റെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് വളരെ കാലങ്ങളായിട്ടുള്ള അച്ഛന്റെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്ത് നടത്തുകയാണ് അല്ലെ. അപ്പം ഇഫ് ദാറ്റ് വാസ് യുവർ പ്ലാൻ ഓൾ അലോങ്, അതായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ, വാസ് ഇറ്റ് യുവർ പ്ലാൻ ഓൾ അലോങ്? രണ്ടാമത്, ഈ ഒരു പഠിത്തം ഇത് വെറുതെ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ഇയേഴ്സ് അനാവശ്യമായി പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓർ ഡിഡ് ദാറ്റ് എഡ്യൂക്കേഷൻ, ആ ഒരു കോളേജ് എഡ്യൂക്കേഷൻ, ഈ ബിടെക് എഡ്യൂക്കേഷൻ, അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ ഒരു മൗസി അവിൽ മിൽക്കിന്റെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു? ഗുഡ് മോർണിംഗ് എവരി വൺ. ആദ്യമായി വളരെ സന്തോഷം, അഭിമാനം നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ, ഇവിടെ വന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിന് മുമ്പ് ആദ്യം ഞങ്ങൾ പരിചയപ്പെടണമെന്ന് തോന്നുന്നു. എൻ്റെ പേര് അസർ, പെരിന്തൽമണ്ണയിലാണ് വീട്. ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. ME എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ചത്. അത് കഴിഞ്ഞ് MTech പൂർത്തീകരിച്ചു. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്തു, അധ്യാപകനായി വർക്ക് ചെയ്തു. ഇപ്പോൾ അവിൽ മിൽക്ക് വിറ്റ് ജീവിക്കുന്നു. അതേപോലെ തന്നെ കരിമ്പ് ജ്യൂസിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്. ഒരു പോട്ടോപ്പോമി എന്ന് പറഞ്ഞിട്ടൊരു ഉരുളൻകിഴങ്ങിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്. മൗസി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ്. കൂൾ കൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ്. അതേപോലെ തന്നെ പോട്ടോപ്പോമി എന്ന് പറഞ്ഞ ഒരു പൊട്ടാറ്റോ ഡിഷ് പ്രൊഡക്റ്റ് റീറ്റെയിൽ ബ്രാൻഡിൻ്റെയും ഓണറാണ്. അപ്പോൾ ഞാൻ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾ അറിയണം, അത് ഇതിൻ്റെ ഭാഗമാണ്. 1985 പെരിന്തൽമണ്ണയിലെ വളരെ ചെറിയൊരു കൂൾ ബാർ എന്നാണ് ഞങ്ങളുടെ തുടക്കം. അതിൻ്റെ പേര് സിംല കൂൾ ബാർ ആയിരുന്നു. സാധാരണ പോലെ തന്നെ ഒരു പെട്ടിക്കട, 60 സ്ക്വയർ ഫീറ്റ്, ആസ്പെറ്റോസൊക്കെ ഇട്ടൊരു ഷോപ്പ്. സാധാരണ കരിമ്പ് ജ്യൂസ്, ഇളനീർ ജ്യൂസ്, ലൈം ജ്യൂസ്, ചായ, എണ്ണക്കടി, ഇപ്പോൾ കാണുന്ന എല്ലാ ചെറിയ സംഭവങ്ങളായിരുന്നു അന്ന് അവിടെ വിറ്റിരുന്നത്. പിന്നീട് എൻ്റെ ഉപ്പയായിരുന്നു ആ ഷോപ്പ് തുടക്കം. 2001 പിന്നെ ഉപ്പ മരണപ്പെട്ടു. പിന്നെ എൻ്റെ ബ്രദർ ഏറ്റെടുത്തു. 2017 എൻ്റെ ബ്രദറിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നപ്പോൾ ഓപ്പറേഷന് പോയി. അതുപോലെ ഷോപ്പ് താഴോട്ട് പോയി, സെയില് ഡ്രോപ്പായി, നഷ്ടത്തിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളൊരു തീരുമാനമെടുത്തു, എൻ്റെ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോപ്പ് നഷ്ടത്തിലാണ്, നമുക്ക് ഷോപ്പ് സെയിൽ ചെയ്യാമെന്നൊരു ഇതിലേക്ക് വന്നു, അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കാമെന്നൊരു ആവശ്യത്തിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ പറഞ്ഞത്, ഈ ഷോപ്പ് സെയിൽ ചെയ്യണ്ട, അത് ബ്ലോക്ക് പഞ്ചായത്തിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്യണം, ഏറ്റെടുത്ത് നടത്തണം, ജോലി രാജിവെക്കണം എന്ന് ഉമ്മ പറഞ്ഞു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു, മറ്റൊന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ 10ാമത്തെ മോനാണ്. എൻ്റെ മോള് 8 താത്താരാണ്. എൻ്റെ 8 താത്താരെയും കല്യാണം കഴിപ്പിച്ചും വിട്ടിക്കുന്നത് എൻ്റെ ഉപ്പ ഈ ഒരു ഷോപ്പിലെ കരിമ്പ് ജ്യൂസ് അടിച്ചിട്ടും, നാരങ്ങള വിറ്റിട്ടും, അവിൽ മിൽക്ക് അടിച്ചിട്ടും, എണ്ണക്കടി വിറ്റിട്ടും, ലൈം ജ്യൂസ് കൊടുത്തിട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മാക്ക് എന്തുണ്ടായിരുന്നില്ല, ആ ഷോപ്പ് വിടാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഈ ആ ഷോപ്പ് ഏറ്റെടുക്കണം, എന്തു വന്നാലും കുഴപ്പമില്ല, ജോലി പോയാലും കുഴപ്പമില്ല, ഷോപ്പ് ഏറ്റെടുക്കണം. ഞാൻ ഒരുപാട് ദിവസം ആലോചിച്ചു, 3 ദിവസത്തോളം എൻ്റെ ഉറക്കം കഴിഞ്ഞ് ആലോചിച്ചു. കാരണം ഞാൻ MTech പൂർത്തീകരിച്ചതും ഇതെടുത്തതും BTech പഠിച്ചതും ഞാൻ അവിൽ മിൽക്ക് വിൽക്കാനോ, നാരങ്ങളം വിൽക്കാനോ, കരിമ്പ് ജ്യൂസ് വിൽക്കാനോ അല്ല എന്നൊരു ബോധം എനിക്കൊന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ പാഷൻ ഫുഡാണ്. നല്ല ഫുഡ് കഴിക്കുക, നല്ല ഫുഡ് സെർവ് ചെയ്യുക, അത് പാഷനാണ്. പക്ഷെ പ്രൊഫഷൻ വേറെയാണ്. ഈ പ്രൊഫഷൻ വിട്ടിട്ട് പാഷൻക്ക് പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായിരുന്നു. കാരണം പാളി പോവുമോ, എല്ലാവരും പറയും പാഷൻ്റെ പുറകെ പോകണം, പാഷൻ്റെ പുറകെ പോകണം, ആഗ്രഹമുണ്ട്. പക്ഷേ പ്രൊഫഷൻ വിട്ട് പാഷൻക്ക് പോകുമ്പോൾ ഒരു പേടിയുണ്ടാവും. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ സുഹൃത്തിനെ കണ്ടു. അവന് റാഫി ഫിലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കഥ പറഞ്ഞു. അന്ന് ആ ഒരു സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അന്ന് രാത്രി ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ജോലി രാജിവെക്കാൻ പോവാണ്, കരിമ്പ് ജ്യൂസ് അടിക്കാൻ പോവാണ്, അവിൽ മിൽക്ക് വിൽക്കാൻ പോവാണ്. അന്ന് രാത്രി തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ എനിക്ക് മനസ്സിലായ സംഭവം, ഒരുപാട് ആളുകൾ എന്തുണ്ട്, ഞാൻ എൻ്റെ നാട്ടിലത്തെ ആദ്യത്തെ MTech എഞ്ചിനീയറാണ്, ആദ്യമായിട്ട് MTech. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ വലിയൊരു എഞ്ചിനീയർ പോവാണെന്നൊരു വലിയൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന, സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ വലിയൊരു എഞ്ചിനീയർ ആയി എന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഉണ്ടായി. ഞാൻ നന്നാവണമെന്ന ആൾക്കാർക്ക് സന്തോഷമായി. കാരണം എന്താണ്, നന്നാവണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് സങ്കടമായി. ഇവ എന്ത് പണിയാണ് കാട്ടിയത്, എഞ്ചിനീയറിങ് ഇട്ടിട്ട് അവിൽ മിൽക്ക് അടിക്കാൻ പോവാണ്. സങ്കടപ്പെട്ട ആൾക്കാർക്ക് സന്തോഷമായോ, എഞ്ചിനീയറിങ് കഴിഞ്ഞല്ലോ, ഓൻ്റെ ആ ജാട ഇതൊക്കെ തീർന്നല്ലോ, ഞാൻ കരിമ്പ് ജ്യൂസ് അടിച്ചെന്നാൽ കണ്ടാൽ മതിയല്ലോ എന്ന് അവരങ്ങനെ സന്തോഷിച്ചു. പല ആൾക്കാരും വന്നു. ഇപ്പം എൻ്റെ ഒരു ബന്ധുക്കാരൻ തന്നെ ഉണ്ട്, ഓൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെ തളർത്തെന്ന് ചെയ്തു. ഓൻ എപ്പോഴും പറയും, അവിൽ മിൽക്ക് അടിച്ചവർക്കൊന്നും പെണ്ണിട്ടൂലട്ടോ പറയും. അപ്പം ഞാൻ നോക്കിയൊരു സംഭവം,
എൻ്റെ ഷോപ്പിൻ്റെ ഈ 60 സ്ക്വയർ ഫീറ്റ് ഷോപ്പിൻ്റെ മുമ്പിൽ കടല കച്ചവടം ചെയ്യുന്ന ഒരാളുണ്ട്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നതിൻ്റെ കാലിലും 10,000 രൂപ അയാൾ ഏൺ ചെയ്യുന്നുണ്ട്. 3 മണിക്ക് വന്നാൽ മതി, കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. 3 മണിക്ക് വന്നാൽ മതി, 8 മണി 9 മണി ആകുമ്പോഴത്തേന് അയാൾ പോവും. ഏകദേശം 80,000 മുതൽ 1,00,000 രൂപ അയാൾ ഏൺ ചെയ്യുന്നുണ്ടാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു സംഭവം. അന്നാണ് എനിക്കിത് മനസ്സിലായത്. ബിസിനസ് ഇതിലൊരു സംഭവമുണ്ട്. കാണാൻ ലുക്കില്ലെങ്കിലും പറയുന്നത് ആൾക്കാർ തളർത്തുമെങ്കിലും പക്ഷേ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ബിസിനസ്സാണ്. അതിൽ നിന്ന് എന്ത് ചെയ്തു, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. ഞാൻ അതിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ ആ ഷോപ്പ് പൊളിച്ചപ്പോൾ പെരിന്തൽമണ്ണയിൽ അവിൽ മിൽക്കിന് മാത്രമായിട്ടൊരു ഷോപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിൽ, കർണാടക, UAE, സൗദി, ഖത്തർ എന്നീ രാജ്യങ്ങളായി 43 ഔട്ട്ലെറ്റുകൾ ഞങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ 350 തൊഴിലാളികൾക്ക് ഞങ്ങൾ തൊഴിൽ നൽകുന്നുണ്ട്. അതിൽ 30 പേർ ചെവി കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത 30 പേരെന്നുള്ള വളരെ അഭിമാനമുണ്ട്. ഒരു ഔട്ട്ലെറ്റ് സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് അവർക്ക് മാത്രം ജോലി കൊടുത്തുകൊണ്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ഞങ്ങൾക്കുണ്ട്. 2028 8 രാജ്യങ്ങളിലായി 100ഓളം ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ ഓപ്പൺ ആക്കും. 2030 കൂടി 1000 കോടി വാല്യുവേഷനുള്ള കമ്പനിയാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ വിഷൻ, ഞങ്ങളുടെ ലക്ഷ്യം എന്നത് ഇതാണ്. ഇനി കോളേജിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയോ അങ്ങനത്തെ കാര്യങ്ങളാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ കണ്ടൊരു സാധനം, കോളേജിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഡർഷിപ്പാണ്. നമ്മൾ എല്ലാ പ്രോഗ്രാം കോളേജ് ഇതേപോലെ പ്രോഗ്രാമുകളൊക്കെ ഇറങ്ങുമ്പോൾ എടുത്തു ചാടി നമ്മളത് ഏറ്റെടുക്കുക, അത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക. ഞാൻ 8ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള ആളാണ്. പെരിന്തൽമണ്ണ +2 വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായിരുന്നു. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. കോളേജിലെത്തിയപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പഠനത്തിൽ അത്ര വലിയ സംഭവം അല്ലെങ്കിലും ഇങ്ങനെ കോർഡിനേഷനിൽ എല്ലാവരും ഞാൻ എന്ത് ചെയ്യും, അത് ഏറ്റെടുക്കും. അതാണ് ഞാൻ ആദ്യം തരാനുള്ളത്. നിങ്ങൾ കോളേജിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനം ലീഡർഷിപ്പാണ്. രണ്ടാമത് നെറ്റ്വർക്കിംഗ് ആണ്. ഇപ്പം ഇന്നത്തെ തന്നെ ഒരു ഉദാഹരണം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ്സിൽ എല്ലാവരും കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ നല്ല സുഹൃത്തുക്കൾ കിട്ടുമ്പോൾ, നല്ല ആളുകളെ കിട്ടുമ്പോൾ നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കും. ബിസിനസ്സിൽ ഏറ്റവും വേണ്ട സാധനം നെറ്റ്വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കളാണ് ഇപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ്. എൻ്റെ ഓരോ ബ്രാൻഡിലും എൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളും ഇവരാണ്. ഞങ്ങൾക്ക് 2 കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്, ലെക്സ് ലൈൻ എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുണ്ട്. അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകൾ ഇതാണ്. അപ്പോൾ ഈ ഒരു നല്ല സുഹൃത്ത് ബന്ധം, നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുന്നതെന്നാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇതെങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സിവിൽ എഞ്ചിനീയറിംഗ് എങ്ങനെ ഞാനിതിൽ വർക്കൗട്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പഠിച്ചിൻ്റെ ഉപകാരം കിട്ടിയിട്ടുള്ളോ ഉണ്ടോ എന്നുള്ള സംഭവം. ഏതൊരു സംഭവം, എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിലൊരു എഞ്ചിനീയറിംഗ് ഉണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന സാധനം, ഞാൻ അവിൽ മിൽക്കിനെ ഒരു കോൺക്രീറ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പറയാൻ കേട്ടോ, ഒരു കോൺക്രീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. സാധാരണ എന്താ, ബൈൻഡിങ് മെറ്റീരിയൽ, സിമെന്റ് ബൈൻഡിങ് മെറ്റീരിയൽ എന്താണ്, പാലായിട്ടും, കോഴ്സ് അഗ്രിഗേറ്റ് ഞങ്ങൾ അവലായിട്ടും, ഫൈൻ അഗ്രിഗേറ്റ് ഞങ്ങളെ പഴമായിട്ടും, അങ്ങനെയാണ് ഞാൻ അതിന് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന അവിൽ മിൽക്ക് കാഴ്ചയിലൊരു അവിൽ മിൽക്കായിരിക്കും. ഇപ്പൊ സാധാരണക്കാരൻ, ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലാത്ത ഒരാൾക്ക് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനം അല്ലേ? പക്ഷെ അതിൽ എന്തുണ്ടാവും, സിമെന്റ് കിടക്കാം. സിമെന്റിൽ എന്തുണ്ടാവും, ഇനീഷ്യൽ സെറ്റിൽമെന്റ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ ഫാക്ടറുകൾ നമ്മൾ ആയത്തിൽ പോകുമ്പോൾ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് അവിൽ മിൽക്കും. ഇപ്പൊ പാലിക്ക് പോകുമ്പോൾ എന്തുണ്ടാവും, പാലിന്റെ ഫ്രീസിംഗ് പോയിന്റ്, ഓരോ കാര്യങ്ങളും എന്തുണ്ടാവും, നമ്മളെ ഫ്രീസിംഗ് പോയിന്റ്, അതിന്റെ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ്, അവിലിന്റെ ക്രിസ്പിനെസ്, അല്ലെങ്കിൽ അവിൽ മിൽക്കിന്റെ കൺസിസ്റ്റൻസി, സിമെന്റിന്റെ കൺസിസ്റ്റൻസി ഒക്കെ പറയുന്ന പോലെ അവിൽ മിൽക്കിലൊരു കൺസിസ്റ്റൻസി ഉണ്ട്. അത് അളക്കാല മെഷർമെന്റുകളുണ്ട്, അത് ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീനറീസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താണ്, കോൺക്രീറ്റിന്റെ പോലെയാണ് ഞാൻ അവിൽ മിൽക്കിനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ ഡീപ്പായിട്ട് അതിൽ ഇറങ്ങി ചെല്ലാൻ കഴിയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, സിവിൽ എഞ്ചിനീയറിംഗും നമ്മളെ ബിവറേജ് ബിസിനസ്സും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു ഇത് കിട്ടിയത്, മൗസി എന്ന് പറഞ്ഞ പേര്. എന്താണ് മൗസി? മൗസി അങ്ങനെ എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം. എന്താണ് മൗസിന്റെ മീനിങ്? എന്താണ് അത്? മൗസി എന്ന് പറഞ്ഞാൽ അതൊരു അറബിക് വേർഡാണ്. പേര് പഴം, ബനാന, മൗസ് ബനാന, മൗസി മൈ ബനാന. ആ പേരിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു ചാപ്റ്ററുകളൊക്കെ തുടങ്ങുമല്ലോ. ഇപ്പോൾ സിമെന്റ്, ബ്രിക്ക്, സാൻഡ്, അങ്ങനെയൊക്കെ ചാപ്റ്റർ ഉണ്ടാവുമല്ലോ. ഒരു സിമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഒരു ഹെഡിങ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്താണ്, ദ വേർഡ് സിമെന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രോം ലാറ്റിൻ വേർഡ് കെയ്മെന്റം അല്ലേ? അതുപോലെ തന്നെ സാൻഡ്, ഡച്ച് വേർഡ് സാൻഡ്.
അപ്പോൾ ഓരോ വേർഡും സ്റ്റാർട്ടിങ് ഡിറൈവ് ഫ്രം ലാറ്റിൻ, അമേരിക്കൻ, അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും ഒരു പ്രൊഡക്റ്റിന് പേരിടാം. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എടുത്ത സംഭവം എന്താണ്, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പ്രൊഡക്റ്റിലുള്ളത് പ്രധാനപ്പെട്ടും ഔലും പഴമാണ്. ഔലിൻ്റെ എല്ലാ പഴം, ഔലും, മിൽക്കും, പഴത്തിൻ്റെയും ഔലിൻ്റെയും എല്ലാ ലാംഗ്വേജിലുള്ള പേര് ഞാൻ ഇങ്ങനെ എഴുതി. പഴത്തിൽ അറബിയിൽ, ഇംഗ്ലീഷിൽ, മലയാളത്തിൽ, തമിഴിൽ. അപ്പോൾ ഏറ്റവും സ്ട്രൈക്ക് ആയിട്ടുള്ള, ഏറ്റവും ഇതായിട്ടുള്ള പേരായിട്ട് തോന്നിയത് പഴത്തിൻ്റെ പേരാണ് മൗസ്. അങ്ങനെ മൗസി എന്ന് പറഞ്ഞ പേരിലേക്ക് എത്തി. അതൊക്കെ എന്താണ്, സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രൊഫഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. Alright, thank you so much Ashwin Ali. And of course, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു രീതിയിൽ കമ്പൈൻഡ് ആയിട്ട് തന്നു. ഐ ഓൾസോ വാണ്ടഡ് ടു ആസ്ക് യു എങ്ങനെയായിരുന്നു ഫാമിലി റെസ്പോൺസ് എന്നുള്ളത്. ദാറ്റ് ഓൾസോ യു ഹാവ് കവേർഡ്. സോ താങ്ക് യു സോ മച്ച്. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അശ്വര പറഞ്ഞ ഇപ്പം നേതൃത്വ പാഠവം ഉണ്ടാക്കുക, അതിനുള്ള ഏറ്റവും മികച്ചൊരു സമയമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാതും. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ്, മികച്ച നമ്മളുടെ ഭാവിയിൽ നമുക്കിപ്പം ബിസിനസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മളെ പല രീതിയിൽ സഹായിക്കാവുന്ന ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും കൂടെ ഉള്ളൊരു സ്പേസും കൂടെയാണ് ഇത്. ദാറ്റ് ഈസ് വാട്ട് യു ആർ ഇംപ്ലൈങ്, റൈറ്റ്? സോ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്,